ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ ഒരു ഭയങ്കര പേഴ്സണൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ സ്വന്തം അഡ്മിറ്റ് ചെയ്യാൻ പോലും ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിനൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി ഇങ്ങനൊന്നും ആയാൽ പോരാ, ഈ ഹാബിറ്റ്സിൽ നിന്നൊക്കെ ചേഞ്ച് വരുത്തണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റീനെയും അതുപോലെ തന്നെ ഞാൻ ഈ കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ബാധിക്കുന്ന കുറച്ച് അധികം നല്ലതല്ലാത്ത ഹാബിറ്റ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് സ്വന്തമായിട്ട് അതൊക്കെ മാറ്റണം എന്നുള്ളൊരു തിരിച്ചറിവ് എന്താ ഇപ്പോൾ അതിന് പറയുക, അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സിൽ നമ്പർ 1 ആയിട്ടുള്ളത് എൻ്റെ പ്രൊക്രാസ്റ്റിനേഷനാണ് കേട്ടോ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റി വെച്ച് വെരി എൻഡിൽ മാത്രമേ ചെയ്യാൻ തോന്നാറുള്ളൂ. എനിക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ഡെഡ് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെഡ് ലൈനോട് ചേർന്നിട്ടേ ഞാനത് ഫിനിഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉള്ള കണ്ടൻറ് ക്രിയേഷൻ പോലുള്ള ജോലികളാകുമ്പോൾ നമുക്കങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാളില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ, നമ്മളൊരാളെ സൈൻ ചെയ്ത വർക്കൊന്നുമല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കൺസിസ്റ്റൻ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളോട് അത് ഇത് ചെയ്യുമെന്ന് പറയാനൊരു ബോസ് പോലെ ഒരാളില്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോഴേ അത് ചെയ്യൂ, ഒരു ഡെഡ് ലൈൻ ഇല്ലാത്ത പോലെയാണല്ലോ. അപ്പോൾ അതാണ് എനിക്ക് മിക്കവാറും പറ്റാറുള്ള ഒരു ഇഷ്യൂ വീക്ക്ലി അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അത് മാറ്റണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ എന്നെ തന്നെ ഒരു പ്രൊക്രാസ്റ്റിനേറ്ററായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രൊക്രാസ്റ്റിനേഷനെ പറ്റി എന്തെങ്കിലും ഒരു ട്രോളോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാനാണല്ലോ എന്നുള്ള ഞാനിത് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്, എൻ്റെ സ്വഭാവം അതാണെന്ന്. അപ്പോൾ ഇനി മുതൽ ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നത് നിർത്തുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അലങ്കാരം പോലെ കൊണ്ട് നടക്കാതെ മാറ്റേണ്ട ഒരു ഹാബിറ്റാണെന്ന് ആദ്യം സ്വന്തം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചൊക്കെ ഉള്ള കണ്ടൻസൊക്കെ ഇല്ലേ, റീൽസോ അല്ലെങ്കിൽ ട്രോളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള മീംസായിട്ടൊന്നും എൻഗേജ് ചെയ്യാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒന്നും സജഷൻ വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഒരു ഡ്രീം ലൈഫ് ഉണ്ടാവില്ലേ, ആ ലൈഫ് ഇപ്പോൾ ലിവ് ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സില്ലേ, അങ്ങനത്തെ നമുക്ക് എങ്ങനെയാണോ ആവാൻ ആഗ്രഹം അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുക. ലോങ് വീഡിയോസ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് മോർ മോട്ടിവേഷനൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ മെൻ്റലി ഫിറ്റാക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ ഫിസിക്കലി ഫിറ്റാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജിമ്മിൽ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 1 ഹവറെങ്കിലും ജിമ്മിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള ഹാബിറ്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് അല്ലെങ്കിൽ ഷോർട്സൊക്കെ കാണുക എന്നുള്ളത്. നമ്മൾ എത്ര മണിക്കൂറാണ് അതൊക്കെ കണ്ടിരിക്കുന്നതെന്ന് പോലും നമ്മൾ റിയലൈസ് ചെയ്യില്ല. ഇതിങ്ങനെ 15 സെക്കൻഡ് 30 സെക്കൻഡ്സൊക്കെ ഉള്ള ചെറിയ ചെറിയ വീഡിയോസ് ആകുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ എത്ര സമയം ഇരുന്നു എന്ന് പോലും നമ്മൾ റിയലൈസ് ചെയ്യില്ല. ഷോർട്ട് ഫോം കണ്ടൻറ്റുകളുടെ പ്രശ്നമാണ് കേട്ടോ അത്. നമ്മളുടെ ബ്രെയിനിനെ ഭയങ്കര ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കും. അപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ റീൽസോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു മെൻ്റലി ഡ്രെയിൻഡായ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള റീൽസ് പോലെയുള്ള ഷോർട്ട് ഫോം കണ്ടൻറ്റ്സ് കാണുന്നത് കുറയ്ക്കണം എന്നാണ് പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാനിപ്പോൾ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം വായിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ മൈൻഡിൻ്റെ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര സമയം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത്രയും സമയമായതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ മൈൻഡിൻ്റെ ആ ഒരു സ്റ്റേറ്റിൽ എങ്ങനെ എത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല ടാസ്കുകളും ചെയ്യുമ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ വീഡിയോസൊക്കെ പ്ലേ ചെയ്യാറുണ്ട് എന്ന്. ഈവൻ ഉറങ്ങുമ്പോൾ പോലും ഞാൻ പല വീഡിയോസും പ്ലേ ചെയ്ത് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ വെച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ആ ഹാബിറ്റ് അത്ര നല്ലതല്ല എന്ന് ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിക്കും ഹ്യൂമൻസ് വി ആർ ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ് എന്ന്. പക്ഷേ നമ്മളുടെ ബ്രെയിനിന് ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇൻഫർമേഷൻസിന് ഒരു അളവുണ്ട്. അപ്പോൾ നമ്മൾ സൈമൾട്ടേനിയസ്ലി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഒന്നിലും അത്ര എഫക്റ്റീവ് അല്ലാത്ത രീതിയിലാവും പെർഫോം ചെയ്യുക.
ഈവൻ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴും എന്തെങ്കിലും സീരീസോ അങ്ങനെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബ്രെയിനെ കോൺസ്റ്റൻ്റ്ലി ആ ടാസ്കുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് നേരം ആ സീരീസിൽ ഫോക്കസ് ചെയ്യും, കുറച്ച് നേരം എഡിറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർ എനർജി വേണ്ടി വരും. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങും എൻജോയ് ചെയ്യാൻ പറ്റില്ല, ആ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് എത്തുക. അപ്പോൾ ഞാൻ ആ എഡിറ്റിങ്ങിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിൻ അത്രയും ഡ്രെയിൻഡ് ആവാതെയും അതുപോലെ തന്നെ എനിക്ക് എൻജോയ് ചെയ്തിട്ട് അത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഡ്രെയിനിങ് ആയിട്ടാണ് എഡിറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ അങ്ങനെ അല്ലാണ്ട് എഡിറ്റിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ. ആദ്യം പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ള ഒരാൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ടൈം മാനേജ്മെൻറ്റ്. എല്ലാ ടാസ്കും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എക്സ്റ്റേണൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ബ്ലെയിം ചെയ്യും. വേറെ ആരെങ്കിലും എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പണി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മേലൊക്കെ അവർ കാരനാണെന്നുള്ളൊരു അവരെ ബ്ലെയിം ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലിൻ്റെ കാര്യം തന്നെയാണ് അതെന്ന് ആദ്യം റിയലൈസ് ചെയ്യണം. അങ്ങനെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് പറയാനുള്ളത് എൻ്റെ ഫെയ്ത്ത് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ബബുൽ ഇൽം അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമീൻ്റെ ഖുർആൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് ഉണ്ടാകുന്ന പേടിയാണല്ലോ, പ്രൊനൗൺസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണമൊക്കെ കറക്റ്റാണോ എന്നുള്ള സംശയമൊക്കെ. അപ്പോൾ അങ്ങനത്തെ പേടികളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ക്ലാസ്സസാണ് ഈ ബബുൽ ഇൽം അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അവരുടെ ഓൺലൈൻ ക്ലാസ്സസാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ ക്ലാസ്സസ് ആണ് കേട്ടോ അവരെടുക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാത്തവരാണെങ്കിലും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അലിഫ് മുതൽ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ക്ലാസ് 1.5 മാസം കൊണ്ട് ഈ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഇപ്പോൾ ഓതാൻ ശരിക്കും പറ്റുന്നുണ്ട്. മറ്റേത് യാസീനൊക്കെ മലയാളം നോക്കിയിട്ടാണ് ഞാൻ വായിച്ചിരുന്നത്. ഒരു ചെറിയ കുട്ടിയിൽ നമ്മൾ എങ്ങനെ ഇത് പഠിപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ, എത്ര ഈസി ആയിട്ടാണ് നമുക്കിത് പഠിപ്പിച്ചിരുന്നത്. മാഷാ അല്ലാഹ്, നല്ല ക്ലാസ് ആണ്. അതെ, ഒരു അക്ഷരം പോലും അറിയാത്തവർക്ക് പോലും നമുക്ക് ഈ ക്ലാസ്സിലിരിക്കാം. അപ്പോൾ 4 മാസത്തെ കോഴ്സാണ് വരുന്നത്. ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തജ്വീദോടുകൂടി ഖുർആൻ ഓതാൻ അവർ പഠിപ്പിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് പറയാനാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഈറ്റിംഗ് ഒരു ഹാബിറ്റാക്കാൻ ആണിപ്പോൾ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത്. ഹെൽത്തി ഈറ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കി ഭയങ്കര നോക്കി അങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മളെന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ ഒരു അളവ് വെച്ച്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ബട്ട് അതിനാണിപ്പോൾ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത്. ബട്ട് ഐ വിൽ ഗെറ്റ് ദേർ. പിന്നെ എല്ലാവരും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളധികവും ഈ ഫാൻറ്റസി നോവൽസൊക്കെ അല്ലേ വായിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളുണ്ടല്ലോ, നോവൽസ് ഒന്നും പോലെ അല്ലാത്ത അങ്ങനത്തെ ബുക്സ് വായിക്കണം എന്നുള്ളത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് ബോറടിക്കും, ഈ നോവൽ കഥ പോലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ വായിക്കാൻ ഒരു രസം ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ ഈ ഇക്കിഗായ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ ഒരു പ്രിസംപ്ഷൻ വെച്ചിട്ട് അല്ലാത്ത ബുക്കുകളൊന്നും വായിച്ചു നോക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഇൻസ്പയറിങ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഫാൻറ്റസി നോവൽസിനൊക്കെ ഇഷ്ടമായത് ഇങ്ങനത്തെ ബുക്സ് ആവും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ പുസ്തകത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത്രയും നല്ലത്. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ബുക്കാണിത്. എൻ്റെ സിസ്റ്ററിൻ്റെ ഗാർഡനായിരുന്നു കേട്ടോ ഇത്. സിസ്റ്റർ യൂറോപ്പിൽ പോയതിൻ്റെ ശേഷം ഇവിടെ ആകെ അനാഥരായ കുറേ പ്ലാന്റ്സും മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഉപ്പ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുമെങ്കിലും
അങ്ങനെ കൂടുതൽ പാമ്പറിങ് ഒന്നും കിട്ടാറില്ല. എനിക്ക് പിന്നെ ഗാർഡനിങ്ങിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരൊന്നും അധികം മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമാണ് കേട്ടോ. ഈ റൂമിൽ ഒരുപാട് ഗ്രീൻസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോസി എഫക്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് ഒരു ഹാങ്ങിങ് പ്ലാന്റ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ ഒരുപാട് DIY പ്ലാന്റ് പോട്ട്സ് പോലെയൊക്കെ താത്ത ചെയ്തു വെച്ചതുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കുറേ മണി പ്ലാന്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൂടെ എടുത്ത് ഞാൻ എൻ്റെ പോട്ടിലാക്കി മോഷ്ടിക്കുകയാണ്. താത്ത നാട്ടിലില്ലാത്തതുകൊണ്ട് എന്തും ആവാമല്ലോ. പിന്നെ ഇക്കിഗായി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഒരു ടെക്നോളജി ഫാസ്റ്റിംഗ് ചെയ്യാൻ. അതായത് ഫോണോ അങ്ങനെ ഒന്നുമില്ലാതെ കുറച്ച് ഒരു ദിവസം പോലെയൊക്കെ, ഒരു ദിവസം ഫുള്ള് പറ്റിയില്ലെങ്കിൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഈസി ആവേണ്ടതാണല്ലോ നോർമലി. ബട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഹാബിറ്റ്സൊക്കെ വെച്ചിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഫോൺ എടുത്ത് നോക്കും, എന്നിട്ട് പിന്നെ അറിയാണ്ട് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തു പോവും, പിന്നെയും കുറേ സ്ക്രോൾ ചെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത നമ്മൾക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം മാറ്റി വെക്കുന്നത് നമ്മളുടെ ബ്രെയിനിന് നല്ലതാവും കേട്ടോ. അതായത് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കുന്നതൊക്കെ പോലെ നമ്മളുടെ തോട്ട്സും മാത്രമായിട്ട് അത് നമ്മളുടെ ഇമോഷണലി ഒന്ന് സ്റ്റേബിളാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വർഷത്തിൽ മെയിനായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഡ്രൈവിങ് ആൻസൈറ്റി മാറ്റണം എന്നുള്ളത്. സ്കൂട്ടറൊക്കെ എടുക്കുമെങ്കിലും കാർ എടുക്കുമ്പോൾ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു ഞാൻ. പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും, അവിടെ പോയാൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നെങ്കിൽ കൂടി ആ ഒരു സെക്കൻഡ് തോട്ടില്ലാണ്ട് പോവാം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഈ വർഷം കൊണ്ട് തന്നെ ഏറെക്കുറെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്യണമെന്ന് എന്നൊക്കെ നിർബന്ധം എൻ്റെ ഉമ്മാക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കാരണമുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഉമ്മാൻ്റെ ഒരു സ്വഭാവം വെച്ച് ഒരു സാധനം തന്നെ ഇങ്ങനെ ഒരുപാട് നേരം നോക്കി നിൽക്കും, വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ കുറേ അനലൈസ് ചെയ്തിട്ട് അവസാനം വാങ്ങിക്കാതെ പോരുക. അങ്ങനെയൊക്കെയാണ് ഉമ്മാൻ്റെ ഒരു ഷോപ്പിംഗ് ഹാബിറ്റ്സ്. സെയിമാണ് എനിക്കും, ഇതേ സ്വഭാവം തന്നെയാണ് എനിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉമ്മാക്ക് നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെനിക്കും ഇഷ്ടമാണ്, ഉമ്മാക്കും ഇഷ്ടമാണ്. മേ ബി ഇങ്ങനെയുള്ള ഷോപ്പിംഗ് ഹാബിറ്റ്സും മാറ്റേണ്ട ഒരു ഹാബിറ്റ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നതൊന്നും നമ്മൾ മാറ്റണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.